ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു തക്കാളി ചോറ് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ 2 തക്കാളി, കുറച്ച് മല്ലിയില, കറിവേപ്പില, 1.5 ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് സോയാബീൻ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 കപ്പ് വെള്ളം, പിന്നെ കുറച്ച് ഏലക്കായും കുറച്ച് പെരിഞ്ജീരകം, തക്കോലം, പട്ടയും ഗ്രാമ്പും എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരി കഴുകിയിട്ട് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെക്കുക. പിന്നെ ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ തക്കാളി ഇതിനകത്തേക്ക് അടിച്ചിട്ടാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരു ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് 2 തക്കാളി മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇനി നമുക്ക് തയ്യാറാക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 1.5 ടീസ്പൂൺ പശു നെയ്യ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ചൂടാക്കുക. ജീരകമൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി ഒന്ന് നല്ലോണം മൂത്ത് വന്ന സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം ഒന്ന് വഴണ്ട് വന്നാൽ തന്നെ രസം ഉണ്ടാവുക. ഇനി ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് വേണ്ടുന്നത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അടിച്ചു വെച്ചിട്ടുള്ള തക്കാളീൻ്റെ പ്യൂരി അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചൂടായി വരുന്ന സമയത്ത് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ വെള്ളം ഊറ്റിയെടുത്തിട്ടുള്ള അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം എന്നിട്ടൊന്ന് ഈ അരി ഈ തക്കാളീൻ്റെ ഈ മസാലയിൽ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റണം. അരി നല്ലോണം മസാലയായിട്ട് മിക്സ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് വറുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ 4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ, ആ വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ടുണ്ടാവണം. ആ തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പെല്ലാം ആവശ്യത്തിനില്ലേ നോക്കിയിട്ട് കറക്റ്റാക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിപ്പിക്കാം. ഇതേ സമയം തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള സോയാബീൻ കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം ഏകദേശം വറ്റി വന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ റൈസെല്ലാം നല്ലോണം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള സോയാബീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടി, പുതിന ഉണ്ടെങ്കിൽ പുതിനയും ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം തണുത്തിട്ട് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിനൊപ്പം നമുക്ക് മുട്ട ഓംലെറ്റോ സ്ക്രാമ്പിൾ ചെയ്തിട്ട് കഴിക്കാം. അച്ചാറുണ്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ സാലഡ്.